Come on, wherever you are, come on, lift up your hands and come on, let's praise God for few minutes. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയായിരുന്നെങ്കിലും ആമേൻ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. Our God is a great God. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. Our God is a great God. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. He does wonderful things. അവൻ അത്ഭുത കാര്യങ്ങളെ പ്രവർത്തിക്കുന്നു. This morning God is telling me, ആമേൻ ഇന്ന് പകൽക്കാലം കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, expect great things from God. ആമേൻ ദൈവത്തിൽ നിന്ന് വലുത് പ്രതീക്ഷിക്കുക. Expect a great miracle. ആമേൻ ദൈവത്തിൽ നിന്ന് വലിയ അത്ഭുതം പ്രതീക്ഷിക്കുക. A wonderful miracle. ആമേൻ അത്ഭുതകരമായ മഹത്വം. How many of you expecting a great miracle this morning? എത്ര പേര് ഇന്ന് രാവിലെ വലിയൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ട്? Wow, this Friday morning, ഈ വെള്ളിയാഴ്ച രാവിലെ the Holy Spirit is telling me, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, hallelujah, ഹല്ലേലൂയ, expect a great miracle. ആമേൻ വലിയ അത്ഭുതത്തെ പ്രതീക്ഷിക്കുക. Expect a great miracle. വലിയ അത്ഭുതത്തെ പ്രതീക്ഷിക്കുക. Hallelujah. ഹല്ലേലൂയ. You're going to have testimonies that no man have ever said. ആമേൻ ഒരു മനുഷ്യനും ജീവകാലത്തിൽ പറയാത്ത സാക്ഷ്യങ്ങൾ നിനക്കുണ്ടായിരിക്കും. How many of you believing it? എത്ര പേര് അത് വിശ്വസിക്കുന്നു? That you have not yet said till this time. ആമേൻ നീ ഇതുവരെ അപ്രകാരം ഒരു സാക്ഷ്യം പറഞ്ഞിട്ടില്ല. Something great is going to happen, you know. നിന്റെ ജീവിതത്തിൽ എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു. Something wonderful. ആമേൻ ഏറ്റവും മനോഹരമായത്. Something excellent. ആമേൻ ഏറ്റവും ശ്രേഷ്ഠതമേറിയതാ. Something beyond every human words. എല്ലാ മാനുഷിക പദങ്ങളെക്കാൾ ചിന്തകളെക്കാൾ ഉപരിയായതാ. Excellent things. ഏറ്റവും വലിയ കാര്യം. How many of you believing? എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many of you are believing? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Listen to me, my brother and sister. എന്റെ പ്രിയ സഹോദരി എന്നെ ശ്രദ്ധിക്കണം. Before the end of this month, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് you will have a great testimony. നിനക്ക് വലിയൊരു സാക്ഷ്യം ഉണ്ടായിരിക്കും. A wonderful testimony. ആമേൻ മഹത്വകരമായ ഒരു സാക്ഷ്യം. Which you have not told or said till this time. ആമേൻ നിന്റെ ജീവകാലത്തിൽ ഇതുവരെ നീ പറയാത്ത സാക്ഷ്യം. You have lot of testimonies to tell. ജീവിതത്തിൽ നിനക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. But the coming days, പക്ഷെ വരും ദിവസങ്ങളിൽ you're going to have a greater testimony. നിനക്ക് വലിയൊരു സാക്ഷ്യം ഉണ്ടാകും. A greater testimony. ഏറ്റവും വലിയ സാക്ഷ്യം. Say amen to it. അതിന് ആമേൻ പറഞ്ഞാട്ടെ. You know, one day when I was reading the Bible, ഒരു ദിവസം ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ I came to a verse. ഞാനൊരു വാക്യം ഇങ്ങനെ കാണുവാനിടയായി. That verse is, ആ വാക്യം, none of his words failed. ആമേ അവന്റെ വായിൽ നിന്ന് വന്ന ഒരു വചനവും ആമേ വെറുതെ പാഴായി പോയില്ല. Whatever prophet Samuel said, എന്തൊക്കെ പ്രവാചകനായ ശൗമേൽ പറഞ്ഞുവോ it was fulfilled. അത് പൂർത്തിയായി. God fulfilled it. ദൈവം അത് പൂർത്തീകരിച്ചു. And it's been written, ആമേ അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, none of his words failed. ആമേ അവന്റെ വാക്കുകൾ ഒന്നും പാഴായി പോയില്ല. This morning, ഇന്ന് രാവിലെ I will tell you one thing. ഞാൻ നിങ്ങളോട് പറയാം, Whatever I have spoken by the inspiration of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ഞാൻ നിങ്ങളോട് എന്തൊക്കെ പറയുന്നുവോ, it's going to be true in your life. ആമേൻ അത് നിന്റെ ജീവിതത്തിൽ സത്യമായി തീരും. It's going to be true in your life. അത് നിന്റെ ജീവിതത്തിൽ നേരായി തീരും. None of my words is going to fail. ആമേൻ എന്റെ വാക്കുകൾ ഒന്നും പരാജയപ്പെടത്തില്ല. I believe it. ഞാൻ അത് വിശ്വസിക്കുന്നു. Say amen. അതിന് ആമേൻ പറഞ്ഞാട്ടെ. Amen. ആമേൻ. Today God told me, ഇന്ന് രാവിലെ കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, those who are praying, ആമേൻ ഇന്ന് പ്രാർത്ഥിക്കുന്നവർ, these days you're going to see God's signs, wonders and miracles in your ആമേൻ ഈ life. ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തിയും നീ കാണും. God is not going to ignore your prayer. ആമേൻ നിന്റെ പ്രാർത്ഥനയെ അവൻ തള്ളിക്കളയത്തില്ല. He's not going to neglect your prayer. ആമേൻ നിന്റെ പ്രാർത്ഥനയെ അവൻ ത്യജിക്കത്തില്ല. God told me, കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, tell my people, എന്റെ ജനത്തോട് വിളിച്ചു പറ, I am going to answer your prayers. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി അയക്കാൻ പോവുകയാണ്. I have heard, I have seen your pain. ആമേൻ നിന്റെ വേദനകളെ ഞാൻ കണ്ടു. I have heard your cries. നിന്റെ നിലവിളി ഞാൻ കേട്ടു. I know the struggles you are going through. നീ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. I know the pain you're going through. നീ കടന്നു പോകുന്ന വേദനയുടെ അവസ്ഥ എനിക്കറിയാം. Don't fear. നീ ഭയപ്പെടണ്ട. My mighty power is going to work in you. ആമേൻ എന്റെ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. My mighty power is going to work for you. ആമേൻ എന്റെ ശക്തി നിനക്കായി പ്രവർത്തിക്കാൻ പോകുന്നു. Hallelujah. ഹല്ലേലൂയ. My time of deliverance is right now. ആമേൻ എന്റെ വിടുതലിന്റെ സമയം ഇതാണ്.
Right now. ഇതാണ് God is telling to someone right now. ചിലരോട് ദൈവാത്മാവ് ഇപ്പോൾ പറയുന്നു. Long years and years you have been waiting for a deliverance. നീണ്ട വർഷങ്ങൾ നാളുകളായി നീ വിടുതലിനായി കാത്തിരിക്കുകയാണ്. You have been praying for a deliverance for long days. നീണ്ട നാളുകളായി ദിവസങ്ങളായി നീ വിടുതലിനായി പ്രാർത്ഥിക്കുകയാണ്. Long months. നീണ്ട മാസങ്ങളായി. But right now, പക്ഷേ ഈ നിമിഷം, this time is your time for deliverance. നിന്റെ വിടുതലിന്റെ സമയം ഇതാണ്. God is telling me, കർത്താവിനോട് പറഞ്ഞു, no longer you will go through those pains. ഇനി നീ ആ വേദനകൾക്കകത്തോടെ പോകത്തില്ല. No longer you will go through those struggles. ഇനി ഈ ബുദ്ധിമുട്ടുകൾക്കകത്തോടെ നീ കടന്നു പോകത്തില്ല. The mighty power of God has reached you. കർത്താവിന്റെ സർവശക്തിയുടെ കരം നിന്നെ തേടി വരുന്നു. Pick you from that pain. നിന്റെ വേദനയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ. Pick you out from that problem. നിന്റെ വിഷയത്തിന്റെ അകത്തുനിന്ന് നിന്നെ പൊക്കിയെടുക്കുവാൻ. Pick you out from that struggles. നിന്റെ ബുദ്ധിമുട്ടിന്റെ അകത്തുനിന്ന് നിന്നെ പൊക്കിയെടുക്കുവാൻ. To lead you. നിന്നെ നയിക്കുവാൻ. To lead you. നിന്നെ മുമ്പോട്ട് നയിക്കുവാൻ. To lead you. നിന്നെ മുമ്പോട്ട് നയിക്കുവാൻ. To lead you. നിന്നെ മുമ്പോട്ട് നയിക്കുവാൻ. To that victory place. ആ ജയകരമായ സ്ഥലത്തേക്ക് നയിക്കുവാൻ. To the promise that he has promised. അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ നിന്നെ എത്തിക്കുവാൻ. To the victory that is prepared for you. നിനക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന ജയത്തിലേക്ക് നിന്നെ നയിക്കുന്നു. Say amen. ആമേൻ പറഞ്ഞാട്ടാ. Let's go to Acts chapter 35. So 7 verse 35 and 36. അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായം അതിന്റെ 37-38 വാക്യം. Acts chapter 7 verse 35 and 36. അപ്പോസ്തല പ്രവർത്തികൾ 7-ന്റെ 35-36 വാക്യം. This Moses whom they rejected, saying, who made you a ruler and judge, is the one God sent to be a ruler and deliverer by the hand of the angel who appeared to him in the bush. Verse 36. Amen. He brought them out after he had shown wonders and signs in the land of Egypt and in the Red Sea and in the wilderness 40 years. ഹല്ലേലൂയ. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയാൽ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. 36-ാം വാക്യം. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. Praise God. Amen. What did we read there? എന്താണ് നമ്മൾ അവിടെ വായിച്ചേ? God raised a man. ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. Wow. This is a prophetical word. നിങ്ങൾ ഏറ്റെടുക്കുക, ഒരു പ്രവചന ശബ്ദം വരികയാണ്. When the people cried for deliverance, വിടുതലിന് വേണ്ടി ജനം നിലവിളിച്ചപ്പോൾ what did God do? ദൈവം എന്താ ചെയ്തേ? He raised a man. ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. Are you getting me? എത്ര പേർക്ക് മനസ്സിലായി? He raised a man. ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. You know, when I was reading this verses few minutes before, അല്പസമയം മുമ്പ് ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ God told me. കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. God told me. കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. I am raising some people. ഞാൻ ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. I am raising a person. ഞാൻ ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. For the future revival. ഭാവിയിലെ ഉണർവിന് വേണ്ടി. For the coming revival. വരുന്ന ഉണർവിന് വേണ്ടി. To lead my people. എന്റെ ജനത്തെ നയിക്കുവാൻ. To deliver people. ജനങ്ങളെ വിടുവിക്കുവാൻ. To show my mighty power. എന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ. How many of you say amen? എത്ര പേര് ആമേൻ പറയും? Tell you one thing. ഒരു കാര്യം നിങ്ങളോട് പറയാം. Why all these days, all these years you have been preserved by God? എന്തുകൊണ്ട് ഈ നാളുകളെല്ലാം, ഈ നീണ്ട വർഷങ്ങളെല്ലാം നീ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടു? Why? എന്താ കാര്യം? Because കാരണം God has preserved you for a great ministry. ഹല്ലേലൂയ. കർത്താവ് നിന്നെ സൂക്ഷിച്ചത് വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. To show the world His mighty power through you. ദൈവത്തിന്റെ ശക്തിയെ ലോകത്തിന് നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ. Amen. Amen. Father, we receive. Amen. Hallelujah. There's a prophecy coming. ഒരു പ്രവചനം വരികയാണ്. 2 times. 2 തവണ In Egypt, മിസ്രയീമിൽ വെച്ച് Satan tried to kill him. പിശാച് മോശയെ കൊല്ലാൻ പരിശ്രമിച്ചു. But now, പക്ഷേ ഇപ്പോൾ he's going back to Egypt once again. അവൻ വീണ്ടും മടങ്ങി ചെല്ലുകയാണ് മിസ്രയീമിലേക്ക്. Where
ആമേൻ എവിടെയാ? Once he faced terror. ആമേൻ ഒരിക്കൽ അവൻ ഭയന്നോടിയണം. The place where he had to fled ആമേൻ അവൻ ഒളിച്ചോടിയണം. because of fear. ഭയം നിമിത്തം ഓടിപ്പോയ സ്ഥലത്തേക്ക്. ശാലബാസാന്തി. Father will receive it. Shatadada. Kalbiarabas. The place where once Satan tried to finish him. ആമേൻ ഒരിക്കൽ പിശാച് അവനെ കൊന്നുകളയാൻ പദ്ധതിയിട്ട് അതേ സ്ഥലത്തേക്ക്. The place where once Satan told, this is your end, you are going to end here. ആമേൻ ഒരിക്കൽ പിശാച് അവനോട് പറഞ്ഞ നീ ഇവിടെ അവസാനിക്കും, നിന്റെ അവസാനമായെന്ന് പറഞ്ഞ അതേ ഇടത്തേക്ക്. After 40 years 40 വർഷത്തിന് ശേഷം God commanded him, ദൈവം കൽപ്പിച്ചു, go to Egypt. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോ. Go to Egypt. മിസ്രയീമിലേക്ക് മടങ്ങിച്ചൊല്ല. Go to Egypt. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക. Wow. But Moses didn't say that, look Lord, those days I was 40 and strong and young, but now I am 80. No, he didn't go back. ആമേൻ. മോശ പക്ഷേ അങ്ങനെ പറഞ്ഞില്ല, കർത്താവേ അന്ന് 40 വയസ്സുണ്ടായിരുന്നു, ഇന്ന് 80 വയസ്സുണ്ട്, പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞില്ല. പ്രായമായി, ക്ഷീണമായി, പഴയതുപോലെ ആരോഗ്യമില്ല. He didn't say those words. ആമേൻ ആ പദങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. He stepped at the calling of God. ദൈവത്തിന്റെ വിളിയുടെ മുമ്പിൽ കാൽ ചുവട് വെച്ചു. He went back to Egypt. മിസ്രയീമിലേക്ക് മടങ്ങിച്ചെന്നു. He went back to Egypt. മിസ്രയീമിലേക്ക് മടങ്ങിച്ചെന്നു. Come on, God is speaking to someone. ആമേൻ ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. Wow. ഹല്ലേലൂയ. Wow. ആമേൻ. Wow. The place where you sense defeat once. ഒരിക്കൽ നീ പരാജയപ്പെട്ടു പോയ അതേ സ്ഥലത്തേക്ക്. The place where you failed once. ഒരിക്കൽ നീ പരാജയം കണ്ട അതേ ഇടത്തേക്ക്. The place where you had to put your head down. ഒരിക്കൽ നിന്റെ തല ലജ്ജിച്ചു കുനിഞ്ഞു പോയ അതേ സ്ഥലത്തേക്ക്. Hallelujah. ഹല്ലേലൂയ. God is going to honor you. കർത്താവ് മാനിക്കാനായി നിന്നെ അയക്കുന്നു. God is going to take you to that place once again. ഒരിക്കൽ കൂടി ദൈവം അതേ സ്ഥലത്തേക്ക് നിന്നെ മടക്കി അയക്കുന്നു. To show the people around you. നിന്റെ ചുറ്റുമുള്ള ജനത്തിന് വെളിപ്പെടുത്തുവാൻ. Amen. You serve a mighty God. ആമേൻ. നീ സേവിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. ഹല്ലേലൂയ. I receive it. Come on. How many of you are receiving it? I feel the presence of God reaching you. ആമേൻ. നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി സാന്നിധ്യം ഇറങ്ങുന്നത് ഞാൻ I അനുഭവിക്കുന്നു. feel the presence of God reaching you. ആമേൻ. നിന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് എനിക്ക് കാണാം. The presence of God reaching. ആമേൻ. ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങുന്നത് എനിക്ക് അനുഭവിക്കാം. Okay, when Moses reached to his people in Egypt, മോശ തന്റെ ജനമായ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് മിസ്രയീമിൽ എത്തിയപ്പോൾ they were unwilling to accept him as their deliverer. അവരുടെ വീണ്ടെടുപ്പുകാരൻ, അവരെ വിടുവിക്കുന്നവൻ താനാണെന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. They were unwilling to accept him as the ruler. അവരെ നയിക്കുന്നത് താനാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ലായിരുന്നു. So they questioned him. അവനെ ചോദ്യം ചെയ്തു. 35. 35. This Moses whom they rejected, saying, who made you a ruler and a judge, is the one God sent to be a ruler and a deliverer by the hand of the angel who appeared to him in the bush. Okay, read that Malayalam. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ. ഹല്ലേലൂയ. Oh, the man whom they rejected. അവർ തള്ളിപ്പറഞ്ഞ മോശയെ. Come on, read it. ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി തിരിച്ചയച്ചു. Second prophecy coming on. Amen. The people who rejected you, ഒരിക്കൽ നിന്നെ തള്ളിപ്പറഞ്ഞ ജനം, God is going to make you
ruler over them. ആമേൻ. അവരുടെ വീണ്ടെടുപ്പുകാരനായി അധികാരിയായി ദൈവം നിന്നെ മാറ്റും. The Lord who called you is faithful to lead you again. ആമേൻ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് നിന്നെ മുമ്പോട്ട് നയിക്കുവാൻ. He will never allow you to be perished. നീ തകർന്നു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. Once again I will tell you. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. He will never call you out and leave you there. ആമേൻ. നിന്നെ വിളിച്ചു പുറത്തിറക്കിയിട്ട് നിന്നെ ഉപേക്ഷിക്കുന്നവനല്ലവൻ. He will never call you out and forsake you there. ആമേൻ. നിന്നെ വിളിച്ചു പുറത്തിറക്കിയിട്ട് തള്ളിക്കളയുന്നവനല്ല ദൈവം. He is faithful to make you reach the promised ആമേൻ. land. അവൻ പറഞ്ഞ വാഗ്ദത്ത ദേശത്തിലേക്ക് നിന്നെ എത്തിക്കുന്ന വിശ്വസ്തനാണ് അവൻ. He is faithful to lead you through supernatural ways. അവൻ അത്ഭുതങ്ങളുടെ വഴിയിലൂടെ നിന്നെ നയിക്കാൻ വിശ്വസ്തനാണ് അവൻ. He is faithful to help you to reach that promised place. ആ വാഗ്ദത്ത സ്ഥലത്തേക്ക് നിന്നെ എത്തിക്കുവാൻ വിശ്വസ്തനാണ് അവൻ. Are you believing? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Are you receiving these words? എത്ര പേര് സ്വീകരിക്കുന്നു? He will never leave you nor Amen. forsake you. അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തുമില്ല. The Bible tells us He will never allow us to be perished. അവൻ തിരുവചനം പറയുന്നു നീ തകർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. He is faithful. അവൻ വിശ്വസ്തനാണ്. Bring you to the place. ആമേൻ. നിന്നെ ആമേൻ ആ സ്ഥലത്തുനിന്ന് പുറത്തെടുക്കുവാൻ. Amen. To bring you to the place which He has promised you. ആമേൻ. നിന്നോട് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നിന്നെ എത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. He is faithful അവൻ വിശ്വസ്തനാണ്. to bring you to the point of your calling. ആമേൻ. നിന്റെ വിളിയുടെ ആമേൻ ആ മുഖത്തിലേക്ക് നിന്നെ എത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. I will tell you one thing. ഞാൻ നിങ്ങളോട് പറയാം. Don't doubt God. ദൈവത്തെ സംശയിക്കരുത്. If He have called you, നിന്നെ അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ He is faithful to fulfill His calling in your life. നിന്റെ മേലുള്ള അവന്റെ വിളിയെ പൂർത്തീകരിക്കാൻ അവൻ വിശ്വസ്തനാണ്. ആമേൻ. I receive Father. Amen. Hallelujah. Whatever you have to face, ആമേൻ. നീ എന്തൊക്കെ വിഷയങ്ങൾ നേരിടേണ്ടി വന്നാലും, whatever opposition you have to face, ഏതൊക്കെ പ്രതികൂലങ്ങൾക്കകത്തൂടെ കടന്നു പോകേണ്ടി വന്നാലും, listen to me. എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. Your God is with you നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ട്. to fulfill His calling in your life. നിന്റെ മേലുള്ള അവന്റെ വിളിയെ പൂർത്തീകരിക്കുവാൻ. Amen. Hallelujah. You are in this world with a purpose. നീ ഭൂമിയിലായിരിക്കുന്നത് ഒരു പദ്ധതിയുമായിട്ടാണ്. You are living with a purpose. നീ ജീവിക്കുന്നത് ഒരു പദ്ധതിയുമായിട്ടാണ്. Today people may look at you and say that what is your future? ആമേൻ. ഇന്ന് ജനം നിന്നെ നോക്കി വിളിച്ചു പറയും നിന്റെ ഭാവി എന്താണ്? As the people asked Moses, മോശയോട് ചോദിച്ചതുപോലെ തന്നെ, have you brought us to be killed here? ആമേൻ. നീ ഞങ്ങളെ ഇവിടെ കൊന്നുകളയാനാണോ കൊണ്ടുവന്നേ? It was good that you have left us there. ആമേൻ. ഞങ്ങൾ അവിടെ തന്നെ പാർത്തിക്കുന്നതായിരുന്നു നല്ലതാ. They asked him. അവനോട് ഇങ്ങനെ ചോദിച്ചു. It was good for us to stay in Egypt. അവൻ മിസ്രൈമിൽ പാർക്കുന്നതായിരുന്നു നല്ലത്. Why did you bring us here? നീ എന്തിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു? Why did you bring us to this wilderness? എന്തിന് ഞങ്ങളെ ഈ മരുഭൂമിയിൽ പട്ടുപോകാൻ To കൊണ്ടുവന്നു? be killed here? ഇവിടെ മരിക്കാനാണോ? No, 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 no. അല്ല, No, 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 no. ഒരിക്കലുമല്ല. Moses prayed to God. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. What did God say? ദൈവം എന്താ പറഞ്ഞേ? Divide the Red Sea. അവൻ ചെങ്കടലിനെ വിഭാഗിക്കുക. Divide the Red Sea. ചെങ്കടലിനെ വിഭാഗിക്കുക. Divide the Red Sea. ചെങ്കടലിനെ വിഭാഗിക്കുക. God didn't say that. ദൈവം ഇങ്ങനെ പറഞ്ഞില്ല. I'm going to divide it. അവൻ ഞാൻ അത് വിവേചിക്കാൻ പോവുകയാണ്. You are going to divide it. നീയാണ് അതിനെ വിഭാഗിക്കാൻ പോകുന്നത്. You are going to divide it. നീ അതിനെ വിഭാഗിക്കാൻ പോകുന്നത്. Because my mighty power is working in you. കാരണം എന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുന്നു. So where's my road? എന്റെ വടി എന്തേ? Take it. എടുക്ക. Stretch it to the Red Sea. ചെങ്കടലിന് നേരെ നീട്ട. And you will see it being divided. നീ കാണും അത് വിഭാഗിക്കപ്പെടുന്നത്. You will see it being divided. നീ അത് രണ്ടായി വേർതിരിയപ്പെടുന്നത് കാണും. And the people crossed the Red Sea. ആമേൻ. ജനം ചെങ്കടൽ കടന്നു. Are you getting me? എത്ര പേർക്ക് മനസ്സിലായി? Listen to me. എന്നെ ശ്രദ്ധിക്കണം. No one thought, even Moses didn't knew that there was a way in the midst of the Red Sea. ഹല്ലേലൂയ. ആരും ചിന്തിച്ചില്ല, മോശ പോലും ചിന്തിച്ചില്ല ചെങ്കടലിന്റെ അകത്ത് ഒരു പാത ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന്. Oh. No one knew that. ആർക്കും അത് അറിയത്തുമില്ല. No one knew that. ആർക്കും അത് അറിയത്തില്ല. That's why in the book of Isaiah, അതാണ് യെശയ്യാവിന്റെ പുസ്തകം പറയുന്നത്. God tells us, ആമേൻ. your ways are not my ways. ആമേൻ. നിന്റെ വഴികളല്ല എന്റെ വഴികൾ. Your ways are not my ways. ആമേൻ. നിന്റെ വഴികളല്ല എന്റെ വഴികൾ. You may not see a way where I have seen a way. ആമേൻ. നീ വഴികളെ കാണാത്തിടത്ത് ഞാൻ വഴിയെ കണ്ടവനാണ്. Hallelujah. Father, your plans are not my plans. ആമേൻ. നിന്റെ പദ്ധതികളല്ല എന്റെ പദ്ധതികൾ. Where you have not seen a way till now.
ആമേൻ. ഇന്ന് വരെ നീ ഒരു വഴിയും കാണാത്തിടത്ത് in the name of Jesus. യേശുവിൻ നാമത്തിൽ Take it in Jesus' name. യേശുവിൻ നാമത്തിൽ അത് ഏറ്റെടുക്കുക. Take it in Jesus' name. യേശുവിൻ നാമത്തിൽ അത് ഏറ്റെടുക്കുക. Take it in Jesus' name. യേശുവിൻ നാമത്തിൽ ഏറ്റെടുക്കുക. Where you have not seen a deliverance till now. ഇതുവരെ നീ ഒരു വിടുതലിനെ കാണാത്ത സ്ഥലത്ത്, Where you have not seen a restoration right now. ഇതുവരെ നീ ഒരു യഥാസ്ഥാനത്തെ കാണാത്ത ഇടത്ത് You are going to see the restoration. നീ ആ യഥാസ്ഥാനത്തെ കാണാൻ പോകുക. Your family is going to be restored. നിന്റെ കുടുംബം യഥാസ്ഥാനപ്പെടും. Right now you may think, ഇന്ന് നീ ഇങ്ങനെ ചിന്തിക്കുന്നു, how can it be happened? എങ്ങനെ അത് സംഭവിക്കും? How is it possible? എങ്ങനെ അത് സാധ്യമാകും? Pastor, how is it possible? പാസ്റ്റർ, എങ്ങനെ അത് സാധ്യമാകും? I don't think. ഞാൻ ചിന്തിക്കുന്നില്ല. I cannot find a way right now. എനിക്കൊരു വഴി അത് കാണാൻ പറ്റുന്നില്ല. Where you cannot see, നിനക്ക് കാണാൻ കഴിയാത്തിടത്ത് God has prepared a way for you. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. Where you have not seen, നീ കാണാത്ത ഇടത്ത് God has prepared a way for you. ദൈവം നിനക്കായി ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. The word that God told me is നമ്മെ കർത്താവ് എന്നോട് പറഞ്ഞ പദം supernatural restoration. ഹല്ലേലൂയ, അസാധാരണമായ യഥാസ്ഥാനം. Come on, say supernatural restoration. അസാധാരണമായ യഥാസ്ഥാനം. Supernatural resources. അസാധാരണമായ ഉറവിടങ്ങൾ. Supernatural deliverances. അസാധാരണമായ വിടുതലുകൾ. Supernatural healings. അസാധാരണമായ സൗഖ്യങ്ങൾ. Supernatural provisions. അസാധാരണമായ കരുതലുകൾ. In Jesus' name. യേശുവിൻ നാമത്തിൽ. Father, we receive. Verse 40. 14 വാക്യം. Psalms 136 verse 40. നമ്മെ സങ്കീർത്തനം 136:14. And God made Israel pass through the midst of it, for his mercy endures forever. അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. Wow. I knew one song where there is no way, God has a way. ഞാൻ ഒരു പാട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എവിടെ വഴിയില്ലയോ അവിടെ ദൈവത്തിന് ഒരു വഴിയുണ്ട്. Where there is no way, God has a way. എവിടെ വഴിയില്ലയോ അവിടെ കർത്താവിന് ഒരു വഴിയുണ്ട്. Look, നിങ്ങൾ നോക്കിക്കേ, they never thought that they would pass or overcome this Red Sea. അവരൊരിക്കലും ചിന്തിച്ചില്ല അവർ ഈ ചെങ്കടലിനെ മറികടക്കുമെന്ന്. They never knew that. അവർക്കത് അറിയത്തുമില്ല. But when God with his mighty power, ദൈവത്തിന്റെ സർവശക്തി, when the mighty power of God worked in their life, ദൈവത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ they crossed the Red Sea. അവർ ചെങ്കടലിനെ മറികടന്നു. The name of Jesus. യേശുവിൻ നാമത്തിൽ. Some problems right now you're facing. ഇന്ന് നീ നേരിടുന്ന ചില വിഷയങ്ങൾ, you may doubt how I will overcome it. നീ ചിന്തിക്കുക എങ്ങനെ ഞാൻ ഇതിനെ ജയിക്കും. You may think how you will overcome it. നീ ചിന്തിക്കുക എങ്ങനെ ഞാൻ ഇതിനെ മറികടക്കും. You may say that it is impossible. നീ പറയുക ഇത് അസാധ്യമാണ്. As the people crossed the Red Sea, പക്ഷേ ദൈവത്തിന്റെ ജനം ചെങ്കടൽ മറികടന്നത് പോലെ you are going to cross everything. ഹല്ലേലൂയ, നീ എല്ലാത്തിനെയും മറികടക്കാൻ In പോകുകയാണ്. the name of Jesus, യേശുവിൻ നാമത്തിൽ you are going to cross everything. നീ സകലത്തെ മറികടക്കാൻ പോകുന്നു. ആമേൻ. In Psalms 113 it's been written, സങ്കീർത്തനം 113 ഇങ്ങനെ പറയുന്നു, he took me from the dirt. ആമേൻ. അവൻ പൊടിയിൽ നിന്ന് എന്നെ He എടുത്തു. took me from the dust, അവൻ പൊടിയിൽ നിന്ന് എന്നെ raised me up, എന്നെ ഉയർത്തി, and placed me among the princes. ആമേൻ. രാജാക്കന്മാരുടെ കൂടെ എന്നെ പന്തിയിലിരുത്തി. ഹല്ലേലൂയ. പ്രഭുക്കന്മാരുടെ നടുവിൽ നിർത്തിയിരിക്കുന്നു. ആമേൻ. What a great God we serve. നമ്മൾ സേവിക്കുന്ന ദൈവം എത്ര വലിയവനാണ്. This God is going to raise your situation right now. ആമേൻ. ഈ ദൈവം നിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ഉയർത്തും. Don't think about your lowly state right now. ആമേൻ. ഇന്ന് നിന്റെ ആയിരിക്കുന്ന താഴ്ചയുടെ നിലവാരം ചിന്തിക്കരുത്. God has not forsaken you. കർത്താവ് നിന്നെ തള്ളിയിട്ടില്ല. God has not forsaken you. ദൈവം നിന്നെ തള്ളത്തില്ല. This is your time for a great restoration. ഇത് നിന്റെ യഥാസ്ഥാനത്തിന്റെ സമയമാണ്. God is going to pick you from your lowly state ആമേൻ. നിന്റെ താഴ്ചയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തുന്നു. and place you in higher levels. ഏറ്റവും ഉയർന്ന നിലയിലേക്ക് നിന്നെ എത്തിക്കുന്നു. You are going to sit among the kings and princes. ആമേൻ. നീ പ്രഭുക്കന്മാരുടെ കൂടെ രാജാക്കന്മാരുടെ കൂടെ പന്തിയിൽ
ചെയ്തിരിക്കും. You're going to reign in life. നീ ജീവിതത്തിൽ വാഴും. You're going to reign in life. ജീവിതത്തിൽ വാഴും. You're going to be known as kings and queens and princes and princesses. ആമേൻ. നീ രാജാവായി, രാജ്ഞിയായി, രാജകുമാരന്മാരായി വാഴും. In the name of Jesus. യേശുവിൻ നാമത്തിൽ. How many of you believing it? എത്ര പേര് വിശ്വസിക്കുന്നു? God is going to pick you from your poverty. ആമേൻ. ദൈവം നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. God is going to pick you from your sickness. ആമേൻ. നിന്റെ രോഗത്തിൽ നിന്ന് നിന്നെ ഉയർത്തും. He's going to raise you from your sick bed. ആമേൻ. നിന്റെ ആമേൻ രോഗക്കിടക്കയിൽ നിന്ന് നിന്നെ അവൻ He's going ഉയർത്തും. to raise you from your debts right now. ആമേൻ. നിന്റെ കടഭാരത്തിൽ നിന്ന് നിന്നെ അവൻ ഉയർത്തും. He's going to raise you from your failure, നിന്റെ പരാജയത്തിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തും. from your defeat, നിന്റെ പരാജയത്തിൽ നിന്ന് to a prestigious level, ആമേൻ ഏറ്റവും മാന്യതയുള്ള to സ്ഥലത്തേക്ക്, an excellent level. ഏറ്റവും ആമേൻ ശ്രേഷ്ഠമായ ഇടത്തേക്ക്. Say amen. ആമേൻ പറഞ്ഞാൽ Verse 25. 25-ാം വാക്യം. Who gives food to all fish? സകല ജഡത്തിനും ആഹാരം Not കൊടുക്കുന്നവൻ. only that, the Lord who fed us, ആമേൻ. who fed us while we were in the wilderness. ആമേൻ. ഞങ്ങൾ മരുഭൂമിയിലായിരുന്നപ്പോൾ നമ്മെ ആഹാരം തന്ന് പോഷിപ്പിച്ചവൻ. Thanks be to the Lord. അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന് നന്ദി കൊടുക്കുന്നു. What a wonderful Psalms. ആമേൻ. എത്ര നല്ല 2 സങ്കീർത്തനം. days back while I was reading it, ആമേൻ. 2 ദിവസം മുമ്പ് ഞാൻ ഇത് വായിക്കുമ്പോൾ I was so much encouraged. ആമേൻ ഞാൻ ഒത്തിരി I was പ്രചോദിക്കപ്പെടുവാനിട. so much strengthened. ഞാൻ ബലപ്പെട്ടു വളരെയധികം. I was just praising God. ഞാൻ എന്റെ കർത്താവിനെ സ്തുതിച്ചു. Our God is a great God. നമ്മുടെ ദൈവം എത്ര വലിയവനാ. The God who saw me when I was nothing. ആമേൻ. ഞാൻ താഴ്ചയിലായിരുന്നപ്പോൾ, ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെ ഓർത്ത ദൈവം. When I was nothing before my people. എന്റെ ജനത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നപ്പോൾ, When I was nothing before my people. എന്റെ ജനത്തിന്റെ മധ്യേ ഞാൻ ഒന്നുമല്ലാത്തവനായിരുന്ന കാലത്ത്, When I was a big zero. വലിയൊരു പൂജ്യമായിരുന്ന കാലത്ത്, When I was a great failure. ഞാൻ വലിയൊരു പരാജയമായിരുന്ന കാലത്ത് God remembered me. കർത്താവിനെ ഓർത്തു. He didn't forget me. അവൻ എന്നെ മറന്നില്ല. He didn't forget me. അവൻ എന്നെ മറന്നുപോയില്ല. He saw me. അവൻ എന്നെ കണ്ടു. You raised me. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. He called me. അവൻ എന്നെ വിളിച്ചു. He justified me. അവൻ എന്നെ നീതീകരിച്ചു. He sanctified me. അവൻ എന്നെ And വിശുദ്ധീകരിച്ചു. now he has been glorified. അവൻ എന്നെ തേജസ്കരിച്ചു. Praise be. സകല മഹത്വം Praise the name of the Lord. കർത്താവിന്റെ നാമം മഹത്വമുള്ളത്. Are you getting me? എത്ര പേർക്ക് മനസ്സിലായി? Before I end this message, ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് I would മുമ്പ് like to pray for you. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ How ആഗ്രഹിക്കുന്നു. many of you need the mighty power of God in your life? എത്ര പേർക്ക് കർത്താവിന്റെ ആ അതിയായ സർവശക്തി Stretch ജീവിതത്തിൽ your അനുഭവം? hands towards the screen. അമ്മ ഈ സ്ക്രീനിലേക്ക് നിങ്ങളുടെ കരങ്ങളെ നീട്ടിയാൽ, Wherever you are, നിങ്ങൾ എവിടെയാണെങ്കിലും I see the power of God touching you. ആമേ ദൈവശക്തി നിന്നെ തൊടുന്ന ഞാൻ The കാണുന്നു. mighty power of God. ദൈവത്തിന്റെ ശക്തി നിന്നെ തൊടുന്നത് You കാണുന്നു. know, remember all the words that God has spoken to you right now. ആമേ ഇന്ന് നിന്നോട് ദൈവം സംസാരിച്ച എല്ലാ വചനങ്ങളും ഓർക്കുക. In this section, what God has promised you and prophesied to ആമേ you, ഈ സെക്ഷനിൽ ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തതും ആമേ പ്രവചിച്ചതുമായ സകല വാക്കുകളും God is looking at you. കർത്താവ് നിന്നെ നോക്കിയ, God has chosen you. ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. God has chosen you. ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. God is looking for a man and woman കർത്താവ് ഒരു ആമേ പുരുഷനായ ഒരു സ്ത്രീക്കായി നോക്കുന്നു, through whom he can show or manifest his glory, ആരിലൂടെ അവന്റെ മഹത്വത്തെ, അവന്റെ ശക്തിയെ അവന് വെളിപ്പെടുത്താമെന്ന്. through whom he can manifest his mighty power. അവന്റെ ശക്തിയെ ആരിലൂടെ വെളിപ്പെടുത്താമെന്ന്. Come on, are you willing for that? നീ അതിന് തയ്യാറാണോ? How many of you are willing for that? എത്ര പേര് അതിന് തയ്യാറായിട്ടുണ്ട്? How many of you are willing for എത്ര that? പേര് അതിന് തയ്യാറായിട്ടുണ്ട്? How many of you are willing for എത്ര that? പേര് അതിന് തയ്യാറായിട്ടുണ്ട്? Through whom he can perform his signs, wonders and miracles. ആരിലൂടെ അവന്റെ അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി പ്രവർത്തിക്കാമെന്ന്. Who is willing to be his mouth? ആമേൻ. ആരവന്റെ അധരമായിരിക്കാൻ തയ്യാറാണെന്ന്. Who is willing to be his hands? ആരവന്റെ കരമായിരിക്കാൻ തയ്യാറാണെന്ന്. Who wants to stand for him? ആരവന് വേണ്ടി നിൽക്കണമെന്ന്. Who is willing to represent God? ആരവനെ പ്രതിനിധീകരിക്കുമെന്ന്. Doesn't matter how weak you are. ആമേൻ. എത്ര ബലഹീനനാണ് നീ എന്നതല്ല ദൈവത്തിന്റെ വിഷയം. Moses told God, look, I am a stammerer. ആമേൻ. മോശ ദൈവത്തോട് പറഞ്ഞു, ഞാൻ വിക്കനായ തടിച്ച നാവുള്ള വ്യക്തി. Person with stammering. ആമേൻ. ഞാൻ വിക്കനായ വ്യക്തിയാ. How can I speak to Pharaoh? എങ്ങനെ ഫറവോന്റെ മുമ്പിൽ ഞാൻ സംസാരിക്കും? Wow. ശാലിയ മസിയൻ തനബ. Zikota ta 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 ta. Lipa pa 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 kautola roko shaka dandiga. Look at my weakness. എന്റെ ബലഹീനത നോക്കിക്കേ. But I will tell you one thing. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, When the strength of God come on your weakness. ആമേൻ. ദൈവത്തിന്റെ ബലം നിന്റെ ബലഹീനതയുടെ മേൽ വരുമ്പോൾ, Hallelujah. ഹല്ലേലൂയ, When light appears, ആമേൻ, വെളിച്ചം വെളിപ്പെടുമ്പോൾ, darkness is vanished. ആമേൻ, ഇരുൾ മാറിപ്പോകും. We don't see, we don't sense darkness
darkness where light appears. ആമേൻ. എവിടെ വെളിച്ചം വെളിപ്പെടുന്നോ അവിടെ ഇരുളിനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. Where you find light, എവിടെ നീ വെളിച്ചം കാണുന്നോ you never find darkness. അവിടെ നീ ഇരുട്ട് കാണത്തില്ല. Hallelujah. ഹല്ലേലൂയ. When sun rises, ആമേൻ. ആമേൻ. സൂര്യൻ ആമേൻ ഉദിക്കുമ്പോൾ night is vanished. ആമേൻ. ഇരുള് രാത്രി മാറിപ്പോകുന്നത് Darkness പോലെ is vanished. ഇരുള് മാറിപ്പോകുന്നത് In the പോലെ same way, അതുപോലെ തന്നെ when the strength of God comes on you, ദൈവത്തിന്റെ ബലം നിന്റെ മേൽ വരുമ്പോൾ when the power of God comes on you, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ your weakness will flee out of you. അവൻ നിന്നിൽ നിന്റെ ബലഹീനത പറന്നു പോകാനിടയാകും. No one will see your weakness. ആർക്കും നിന്റെ ബലഹീനതയെ കാണാൻ പറ്റത്തില്ല. No one will see your weakness. ആർക്കും നിന്റെ ബലഹീനത കാണാൻ സാധിക്കത്തില്ല. Everyone will see the glory of God in you. എല്ലാവരും നിന്നിൽ ദൈവ മഹത്വത്തെ ദർശിക്കും. God is going to manifest through ദൈവം you. നിന്നിലൂടെ വെളിപ്പെടും. How many of you are taking it? എത്ര പേര് അത് ഏറ്റെടുക്കുന്നു? God is going to manifest through ദൈവം you. നിന്നിലൂടെ വെളിപ്പെടും. Through you, through you, through you, through you. നിന്നിലൂടെ അവൻ വെളിപ്പെടും. Wherever you are. എവിടെയാണെങ്കിലും In the state of Kerala. ആമേ. കേരളത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും In the state of Kerala. കേരളത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും In different parts of India. ഇന്ത്യയുടെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും Throughout the globe. ആമേ. ലോകത്തെമ്പാടും എവിടെയാണെങ്കിലും Which country you are. ഏത് രാജ്യത്തിന്റെ അകത്താണെങ്കിലും Which nation you are right ഏത് now. രാജ്യത്തിന്റെ അകത്ത് നീ ആണെങ്കിലും You are going to manifest. നീ വെളിപ്പെട്ടു വരും. Come on, say, I manifest. പറ, ഞാൻ വെളിപ്പെടുത്തും. I manifest. ഞാൻ വെളിപ്പെടുത്തും. Wow. I manifest the glory of God. ഞാൻ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. I'm going to manifest signs and wonders and miracles of God. ഞാൻ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ വെളിപ്പെടുത്തും. I am His mouth. ഞാൻ അവന്റെ അധരമാണ്. I am His eyes. ഞാൻ അവന്റെ കണ്ണുകളാണ്. I am His ears. ഞാൻ അവന്റെ കാതുകളാണ്. I am His hands. ഞാൻ അവന്റെ കരങ്ങളാണ്. I am His legs. ഞാൻ അവന്റെ പാദങ്ങളാണ്. Are you getting me? എത്ര പേർക്ക് എന്നെ മനസ്സിലാകും? God is looking for a man ദൈവം ഒരു മനുഷ്യനെ നോക്കുക, to manifest His mighty power. അവന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ. God is looking for a woman ദൈവം ഒരു സഹോദരിയെ നോക്കുക, to manifest His mighty power. അവന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ. Receive the power. Wherever you are, നീ എവിടെയാണെങ്കിലും from head to toe, അമ്മ, നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ, from head to toe, നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ, from head to toe, നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ power of God, ദൈവശക്തി. Call me Arabasati Nimiki. power of God. ദൈവത്തിന്റെ ശക്തി I rebuke every weakness from your body, നിന്റെ ശരീരത്തിലെ എല്ലാ ബലഹീനതയെ ഞാൻ ശാസിക്കുന്നു. every sickness out of your body, എല്ലാ രോഗത്തെ ഞാൻ ശാസിക്കുന്നു. every infirmity is out of your body. എല്ലാ രോഗത്തിന്റെ അവസ്ഥയെ ഞാൻ ശാസിക്കുന്നു. I see the mighty power of God working in you. ദൈവത്തിന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നു. Receive, my dear brothers and sisters, ആമേൻ. എന്റെ പ്രിയ സഹോദര സഹോദരി, സ്വീകരിക്കുക the mighty power of God working in your life. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുക. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. ഹല്ലേലൂയ. Yesterday I met a family. ഇന്നലെ ഞാനൊരു കുടുംബത്തെ കണ്ടുമുട്ടി. For long years നീണ്ട വർഷങ്ങളായി they were under satanic bondage. അവർ പൈശാചിക നുകത്തിൻ കീഴിലാണ്. Night times രാത്രികളിൽ she used to scream and get up from her bed. അവൻ താൻ നിലവിളിക്കും. അവൻ തന്റെ കട്ടിലിൽ നിന്ന് No എഴുന്നേൽക്കുവാനിടയായി. sleep, ഉറക്കമില്ല. surrounded with fear, ഭയം നിറഞ്ഞ അവസ്ഥ. full of headaches and body pains. അവൻ തലവേദനയും ശരീരവേദനയും. Don't know what has happened. എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. Grace of God led them to me. അവൻ ദൈവത്തിന്റെ കൃപ എന്നിലേക്ക് അവരെ നയിച്ചു. You know what happened? എന്താ ഇന്നലെ സംഭവിച്ചതെന്നറിയാം? While I prayed, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം the power of God was released on them. ആ വ്യക്തിയുടെ മേൽ ദൈവശക്തി വരുവാനിടയായി. And the demon which was hiding in her തന്നിൽ മറഞ്ഞിരുന്ന ദുരാത്മാവ് manifested. പുറത്തു വന്നു. It began to vomit. She began to vomit. അത് കൈവശം ഛർദ്ദിക്കാൻ തുടങ്ങി. Every kind of poison which was given to her so that she will be killed. താൻ മരണപ്പെടുവാൻ തന്റെ അകത്ത് കൊടുത്ത സകല കൈവശവും Everything came out. സകലതും പുറത്തു വന്നു. Everything was fleshed out. സകലതും താൻ ഛർദ്ദിച്ചു. And she was totally delivered. താൻ പൂർണ്ണമായി സൗഖ്യമായി. She was totally delivered. താൻ പൂർണ്ണമായി വിടുവിക്കപ്പെട്ടു. I will tell you one thing. ഞാൻ നിങ്ങളോട് പറയാം,
I will tell you one thing. ഞാൻ നിങ്ങളോട് പറയാം, God is going to make you manifest ആമേൻ, കർത്താവ് നിന്നെ വെളിപ്പെടുത്തും with his mighty power അവന്റെ ശക്തിയാൽ to deliver many people. അനവധി ആളുകളെ വിടുവിക്കുവാൻ. And those who are under bondage, ആമേൻ, ബന്ധനത്തിന് കീഴിലായിരിക്കുന്നവർ, if you need a deliverance, നിങ്ങൾക്ക് വിടുതൽ വേണമെങ്കിൽ just pray. Just call the prayer number. ആമേൻ, പ്രയർ ലൈൻ നമ്പർ വിളിക്കുക. We like to pray for you. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ We like to ആഗ്രഹിക്കുന്നു. pray for you. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ And I ആഗ്രഹിക്കുന്നു. see deliverance coming on you. ആമേൻ, നിങ്ങളുടെ മേൽ ആമേൻ ദൈവത്തിന്റെ വിടുതൽ വരുന്ന കാണുന്നു. If you feel some kind of, I'm under some kind of bondage, if you feel so, ആമേൻ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നുകത്തിന്റെ ബന്ധനത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് അനുഭവിക്കാമെങ്കിൽ, any kind of uneasiness in your body, ആമേൻ, ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് you തോന്നുന്നെങ്കിൽ, feel that you are under any kind of bondage, ഏതെങ്കിലും ബന്ധനം എന്റെ മേൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, just place your hands on your chest. നിങ്ങളുടെ നെഞ്ചോട് നിങ്ങൾ കരം വെച്ചാട്ടെ. In the name of Jesus. യേശുവിൻ In നാമത്തിൽ, the name of Jesus. യേശുവിൻ നാമത്തിൽ Place your hands on your chest. നിങ്ങളുടെ നെഞ്ചത്തോട്ട് കൈവച്ചാട്ടെ. Be delivered. വിടുതൽ അനുഭവിക്കുക, Be delivered. വിടുവിക്കപ്പെടുക, Be delivered. വിടുവിക്കപ്പെടുക. Come out of that ആ bondage. ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തു വരിക In Jesus. യേശുവിൻ നാമത്തിൽ. Every powers of darkness, ആമേൻ, എല്ലാ ഇരുട്ടിന്റെ ശക്തിയും, every satanic yokes. എല്ലാ പൈശാചിക നുകങ്ങളും, Come on. Every satanic yokes, എല്ലാ പൈശാചിക നുകങ്ങളും I break it in Jesus' name. യേശുവിൻ നാമത്തിൽ തകർക്കുന്നു. In Jesus' name you are free. യേശുവിൻ നാമത്തിൽ നീ സ്വതന്ത്രനാണ്. Receive it. സ്വീകരിക്കാം. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. So blessed to be here in this studio preaching the word of God. ആമേൻ, ഈ സ്റ്റുഡിയോയിലായിരുന്നു നിങ്ങളോട് ദൈവവചനം ആമേൻ സന്ദേശം ആമേൻ പങ്കുവെക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. Just follow us on our Instagram, and you can just subscribe the YouTube and like the Facebook so that you will be updated with all the programs the coming days. ഹല്ലേലൂയ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, അതുപോലെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ ആമേൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതിനാൽ വരുന്ന ദിവസങ്ങളിലെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി ലഭിക്കുവാനിടയാകും. Just call the prayer line number so that we would like to pray for you. ആമേൻ, പ്രയർ ലൈൻ നമ്പർ വിളിക്കുക, എന്നാൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. Amen and amen. ഹല്ലേലൂയ. ആമേൻ.